നമസ്കാരം. പ്രധാന വാർത്തകൾ. AKGയുടെ സമരപാരമ്പര്യം പറയുന്ന CPMന് കോർപ്പറേറ്റ് താരാട്ടുകാരായതോടെ സമരങ്ങളുടെ പുച്ഛമെന്ന് പാലക്കാട് DCC പ്രസിഡന്റ് A. തങ്കപ്പൻ. ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആനുകൂല്യങ്ങൾ ഇത്രയേറെ കവർന്നെടുത്ത ഒരു സർക്കാർ മുമ്പുണ്ടായിട്ടില്ലെന്നും A. തങ്കപ്പൻ. പെൻഷൻ പരിഷ്കരണം ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പാലക്കാട് കളക്ട്രേറ്റിന് മുന്നിൽ പെൻഷനേഴ്സ് അസോസിയേഷന്റെ ദ്വിദിന സത്യാഗ്രഹം. ഷൊർണൂർ കണയത്ത് മൃതദേഹവുമായി പോകുകയായിരുന്ന ആംബുലൻസിന് മുകളിലേക്ക് വൈദ്യുതി പോസ്റ്റ് പൊട്ടിവീണു. അപകടം പുലർച്ചെ 4:30-യോടെ. മുന്നിൽ സഞ്ചരിച്ചിരുന്ന കണ്ടെയ്നർ ലോറി വൈദ്യുതി ലൈനിൽ ഉടക്കിയത് പോസ്റ്റ് വീഴാൻ കാരണമായെന്ന് സൂചന. ആംബുലൻസിന് മുന്നിൽ സഞ്ചരിച്ചിരുന്ന പോലീസ് ജീപ്പ് രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. ശക്തമായ പ്രതിഷേധങ്ങൾക്കൊടുവിൽ അധികൃതർ കണ്ണുതുറന്നു. ഷൊർണൂർ കുളപ്പുള്ളി പാതയിലെ തകർച്ച പരിഹരിക്കാൻ ശ്രമം തുടങ്ങി. താൽക്കാലികമായി കുഴികൾ അടയ്ക്കുന്ന പ്രവൃത്തിക്ക് തുടക്കം. ഷൊർണൂർ പരുത്തിപ്രയിൽ മണ്ണിടിച്ചിൽ ഭീഷണിയിൽ 10ഓളം കുടുംബങ്ങൾ. ആധിയോടെ കഴിയുന്നത് കോണത്ത് നരസിംഹമൂർത്തി ക്ഷേത്ര പരിസരത്തെ കുടുംബങ്ങൾ. ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പുവരുത്താൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തം. പാണനംകുറിശി ROB സെക്കൻഡ് സർവീസ് റോഡ് നിർമ്മാണം മന്ദഗതിയിൽ. ചെറുവാഹനങ്ങൾ ഒരു വശത്തുകൂടി പോകുന്നത് തുടർച്ചയായി ഗതാഗത കുരുക്കിനിടയാക്കുന്നു. പ്രദേശത്ത് വാഹനങ്ങളുടെ തിരക്ക് നിയന്ത്രിക്കാൻ സംവിധാനം ഒരുക്കണമെന്ന ആവശ്യം ശക്തം. സെക്കൻഡ് സർവീസ് റോഡ് നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കണമെന്നും യാത്രക്കാർ. തൃശൂർ കളക്ട്രേറ്റിൽ താൽക്കാലിക ജോലി വാഗ്ദാനം ചെയ്ത് വരവൂർ സ്വദേശിനിയിൽ നിന്ന് 40,000 രൂപ തട്ടിയെടുത്ത ചേലക്കര സ്വദേശി അറസ്റ്റിൽ. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പിടിയിലായത് ചേലക്കര തോന്നൂർക്കര സ്വദേശി അജിത്. ദേശമംഗലത്ത് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിറ്റുവന്നിരുന്ന വ്യാപാരിയായ വീട്ടമ്മ ചെറുതുരുത്തി പോലീസിന്റെ പിടിയിൽ. ഹൈഡൽ ടൂറിസത്തിന്റെ മറവിൽ ജനതാദൾ നേതാക്കളുടെ പകൽക്കൊള്ളയെന്ന് കോൺഗ്രസ്. ഹൈഡൽ ടൂറിസം അഴിമതി സംബന്ധിച്ച് മന്ത്രിമാരായ മുഹമ്മദ് റിയാസും P. രാജീവും നിലപാട് വ്യക്തമാക്കണം. അഴിമതിക്ക് ചുക്കാൻ പിടിക്കുന്നത് മന്ത്രി K. കൃഷ്ണൻകുട്ടിയെന്ന് പാലക്കാട് DCC വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതൻ. വേതനവർദ്ധനവും ജോലി സുരക്ഷയും ആവശ്യപ്പെട്ട് അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ CITU പാലക്കാട് കളക്ട്രേറ്റിലേക്ക് അസോസിയേഷൻ മാർച്ച്. സ്കീം വർക്കർമാരോട് കേന്ദ്ര സർക്കാർ പ്രതികാര മനോഭാവത്തോടെയാണ് പെരുമാറുന്നതെന്ന് A. പ്രഭാകരൻ MLA. കോട്ടായി മേഖലയിൽ നെൽകൃഷിക്ക് ഭീഷണിയായി ഓലകരിച്ചിൽ രോഗബാധ. ഒന്നാം വിള നെൽകൃഷി പ്രതിസന്ധിയിൽ. മൂടിക്കെട്ടിയ കാലാവസ്ഥയും ഇടയ്ക്കിടെ പെയ്യുന്ന മഴയും രോഗപ്രതിരോധത്തിന് തിരിച്ചടിയാകുന്നു. വാർത്തകൾ വിശദമായി. AKGയുടെ സമരപാരമ്പര്യം പറയുന്ന CPMന് കോർപ്പറേറ്റ് താരാട്ടുകാരായതോടെ സമരങ്ങളോട് പുച്ഛമെന്ന് പാലക്കാട് DCC പ്രസിഡന്റ് A. തങ്കപ്പൻ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പാലക്കാട് കളക്ട്രേറ്റിന് മുന്നിൽ KSSPA ആരംഭിച്ച ദ്വിദിന സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു A. തങ്കപ്പൻ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ ഗവൺമെന്റ് ഇന്ന് സമരം എന്ന് പറയുന്ന പുച്ഛമായി കാണുന്നു. ജനങ്ങളുടെ, ജീവനക്കാരുടെ, അതുപോലെ കർഷക തൊഴിലാളികളുടെ അവകാശം എന്ന് ചോദിച്ചാൽ അവർക്കതൊരു പുച്ഛമാണ്. കാരണം അവരിപ്പോ അദാനിയും അതുപോലെ അംബാനിയും കണ്ടു വളർന്നത് ഡിസ്കസ് നടന്ന ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റായി മാറിയതോടുകൂടി കർഷകരെ അവഗണിക്കുന്നു, ജീവനക്കാരെ അവഗണിക്കുന്നു, പെൻഷൻകാരെ അവഗണിക്കുന്നു, ആശാവർക്കർമാരെ അവഗണിക്കുന്നു. എല്ലാവരെയും അവഗണിച്ച് മുന്നോട്ട് പോകുന്ന ഗവൺമെന്റായി മാറിയത് കൊണ്ടാണ് അന്ന് തൊട്ട് ഇന്ന് വരെ നിങ്ങൾ ഉന്നയിച്ച ഒരു ആവശ്യങ്ങളും പരിഗണിക്കാതെ നിൽക്കുന്നത്. ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആനുകൂല്യങ്ങൾ കവർന്നെടുത്ത ഇത്തരമൊരു സർക്കാർ ഇതിനു മുമ്പുണ്ടായിട്ടില്ലെന്നും A. തങ്കപ്പൻ ആക്ഷേപിച്ചു. വാഗ്ദാനം നൽകുകയും അത് ലംഘിക്കുകയും ചെയ്യുന്നതാണ് സർക്കാരിൻ്റെ രീതി. 700 രൂപ ആവശ്യപ്പെട്ട് ആശമാരെ കൊണ്ട് സമരം ചെയ്യിപ്പിച്ചവർ തന്നെയാണ് അവരെ തെരുവിലേക്ക് അയച്ചത്. ജീവനക്കാർക്ക് ഒരു ഗുണവുമില്ലാത്ത മെഡിസപ്പ് പദ്ധതിയിൽ ജീവനക്കാരുടെ വിഹിതം ഇനിയും കൂട്ടാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ക്ഷാമാശ്വാസം കവർന്നെടുക്കുക മാത്രമല്ല, അവശേഷിക്കുന്നവ ഇല്ലാതാക്കാൻ കൂടി സർക്കാർ ശ്രമിക്കുകയാണ്. കർഷകരെ തുടരെ വഞ്ചിക്കുന്ന സമീപനം തന്നെയാണ് ജീവനക്കാരോടും പെൻഷൻകാരോടും കാണിക്കുന്നതെന്നും A. തങ്കപ്പൻ ആരോപിച്ചു. പെൻഷൻ പരിഷ്കരണം നടപ്പാക്കുക, ക്ഷാമാശ്വാസ കുടിശ്ശിക അനുവദിക്കുക, മെഡിസപ്പിൽ അപാകത പരിഹരിക്കുക തുടങ്ങി 13 ഇന ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് KSSPA ദ്വിദിന സത്യാഗ്രഹം നടത്തുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ പ്രസിഡന്റ് K. ബാലകൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ KA പോൾ, ആന്റണി, ഗോപിനാഥൻ, അനന്തൻ, ജമീല, പ്രഫുൽകുമാർ, KMM റഷീദ്, ഉണ്ണികൃഷ്ണൻ, രാമനാഥൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂർ കണയത്ത് മൃതദേഹവുമായി പോകുകയായിരുന്ന ആംബുലൻസിന് മുകളിലേക്ക് ഇലക്ട്രിക് പോസ്റ്റ് പൊട്ടിവീണു. മുൻപിൽ സഞ്ചരിക്കുകയായിരുന്ന കണ്ടെയ്നർ വൈദ്യുത ലൈനിൽ കൊളുത്തി വലിച്ചതാണ്
പോസ്റ്റ് തകർന്നു വീഴാൻ കാരണം. ബുധനാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. കുളപ്പുള്ളിയിൽ നിന്ന് കണയം വഴി വല്ലപ്പുഴയ്ക്ക് പോകുന്ന റോഡിൽ മണ്ണാരംപാറയിലാണ് സംഭവം. പുലർച്ചെ 4:30-ക്കാണ് അപകടമുണ്ടായത്. 4 പോസ്റ്റുകൾ തകർന്നു വീണു. ഇതിൽ ഒരു പോസ്റ്റ് ആംബുലൻസിന്റെ മുകളിൽ വീഴുകയായിരുന്നു. ആംബുലൻസിന് മുൻപിലുണ്ടായിരുന്ന പോലീസ് ജീപ്പ് തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടതെന്ന് ആംബുലൻസ് ഡ്രൈവർ പറഞ്ഞു. വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുന്നതുവരെ ആംബുലൻസ് ഡ്രൈവറും മൃതദേഹത്തിനൊപ്പമുണ്ടായിരുന്ന 3 പേരും ആംബുലൻസിനുള്ളിൽ തന്നെയായിരുന്നു. ഇവർ ഷോക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഞാൻ മുളന്തവ് മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരു ബോഡി ആയിട്ട് അയലക്കാട് വഴി കൊപ്പത്തേക്ക് പോയിരുന്നു. ആ പോകുന്ന വഴിയിൽ ഫ്രണ്ടിലൊരു കണ്ടെയ്നർ ഉണ്ടായിരുന്നു. ആ വണ്ടി പോസ്റ്റിൻ്റെ ഇലക്ട്രിക്കൽ ലൈനിന് മുകളിൽ കയറി കുളത്തിയിട്ട് പോസ്റ്റ് അടക്കം ഒടിഞ്ഞ് ഒന്ന് എൻ്റെ വണ്ടിയുടെ മുകളിലേക്കും ഒന്ന് റോഡിലേക്കും വീണു. തലനാര ഇഴയ്ക്കാണ്. എൻ്റെ മുന്നിലൊരു പോലീസ് വണ്ടി ഉണ്ടായിരുന്നു. അവർ രക്ഷപ്പെട്ടു. മങ്കര സ്റ്റേഷനത്തെ CIയും കൂടിയായിരുന്നു. മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജിൽ നിന്നും വല്ലപ്പുഴ കൊപ്പത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു. മറ്റൊരു ആംബുലൻസ് പട്ടാമ്പിയിൽ നിന്ന് എത്തിച്ചാണ് പിന്നീട് മൃതദേഹം കൊപ്പത്തേക്ക് കൊണ്ടുപോയത്. കനത്ത മഴയിൽ മണ്ണ് കുതിർന്നതാണ് പോസ്റ്റുകൾ വളരെ വേഗം വീഴാൻ കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം. KCB അധികൃതർ സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. വാർഡ് കൗൺസിലർ സിനി മനോജ് സ്ഥലം സന്ദർശിച്ചു. എന്തോ ഒരു ഭാഗ്യമെന്ന് പറയട്ടെ, ഒരു ഷോക്ക് അടിക്കാനുള്ള സാഹചര്യം ഒന്നും ഉണ്ടായില്ല എന്നുള്ളത് വളരെയധികം ശരിക്കും പറഞ്ഞാൽ ഒരു ദൈവാനുഗ്രഹമാണ്. ഒപ്പം ഒരു പോലീസ് വണ്ടി ഉണ്ടായിരുന്നു. അതിന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വന്ന് ഇറങ്ങി പെട്ടെന്ന് തന്നെ ഫ്യൂസ് ഓഫ് ചെയ്തു. പിന്നീട് ഈ മൃതദേഹവും ഈ ആളുകളെയും കൂടി മറ്റൊരു ആംബുലൻസിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇത്തരം ഇന്നലെ പെയ്ത കനത്ത മഴയിലും മറ്റും മണ്ണ് വല്ലാതെ കുതിർന്ന ആയിരിക്കണം ഈ അപകടം നടന്നിട്ടുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ KCB അധികൃതർ വന്ന് സ്ഥലത്തെത്തി ലൈനൊക്കെ മുഴുവനുമായിട്ട് ഓഫ് ചെയ്ത് ഇവിടെ വൈദ്യുതി പുനഃസ്ഥാപിക്കാനുള്ള പണികൾ തുടങ്ങിക്കഴിഞ്ഞു. ന്യൂസ് സെന്റർ ഷൊർണൂർ. വാടനംകുറിശി റെയിൽവേ മേൽപ്പാലം സർവീസ് പാത നിർമ്മാണം. ഒരു വശത്ത് കട്ട വിരിച്ച പാതയിലൂടെ വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിലും ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ഗതാഗതക്കുരുക്കാണ് ഇപ്പോൾ തലവേദനയാകുന്നത്. നിലവിലെ തിരക്ക് നിയന്ത്രിക്കാൻ ഡ്യൂട്ടിക്ക് ആളെ ഏർപ്പെടുത്തണമെന്നും മറുവശത്തെ സർവീസ് പാത നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന ആവശ്യവും ഇതോടെ ശക്തമായി. വാടനാംകുറിശി പ്രദേശത്തെ സർവീസ് പാത നിർമ്മാണം പുരോഗമിച്ചു വരികയാണ്. എന്നിരുന്നാലും നിർമ്മാണം വേഗത്തിലല്ലെന്നും ഗതാഗതക്കുരുക്കുമാണ് നിലനിൽക്കുന്ന പ്രശ്നം. 17 ദിവസം കൊണ്ട് ഒരു വശത്തെ സർവീസ് പാത കട്ട വിരിച്ച ശേഷം വാഹനങ്ങളെ കടത്തിവിടാൻ തുടങ്ങി. അതേസമയം ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ഗതാഗതക്കുരുക്കാണ് ഇപ്പോഴത്തെ മറ്റൊരു പ്രശ്നമായി ഉയർന്നു വന്നിരിക്കുന്നത്. വീതിയില്ലാത്ത പാതയിലൂടെ ഒരേ സമയം വാഹനങ്ങൾ ഇരുവശങ്ങളിലേക്കും കടന്നു പോകുമ്പോഴാണ് ഗതാഗതക്കുരുക്ക് രൂപപ്പെടുന്നത്. തിരക്കേറിയ രാവിലെയും വൈകിട്ടും വാഹനങ്ങളെ നിയന്ത്രിക്കാൻ ഡ്യൂട്ടിക്ക് ആളെ നിയോഗിക്കാത്തതാണ് ഇതിനുള്ള കാരണം. ഇങ്ങനെ വരുന്ന കുരുക്കാണ് വാഹനയാത്രക്കാർക്ക് തലവേദനയാകുന്നത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് പോലും ദീർഘനേരം പ്രദേശം ഗതാഗതക്കുരുക്കിലമർന്നു. ഈ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ മറുവശത്തെ സർവീസ് പാത നിർമ്മാണം കൂടി പൂർത്തിയാക്കണം. എന്നാൽ മാത്രമേ വൺ വേ സംവിധാനം ഇവിടെ ഏർപ്പെടുത്താനാകൂ. നിലവിൽ നിർമ്മാണം പുരോഗമിക്കുകയാണ്. പാത വീതി കൂട്ടി മെറ്റലിംഗ് നടത്തിയിട്ടുണ്ട്. കോൺക്രീറ്റ് വാളിൻ്റെ നിർമ്മാണവും നടന്നുവരുന്നു. ഇതിനുശേഷം കട്ടവിരിക്കൽ കൂടി പൂർത്തിയായാൽ മാത്രമേ ഈ സർവീസ് പാത തുറന്നു കൊടുക്കാനാകൂ. ഇതോടെ മാത്രം നിലവിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമാകും. ന്യൂസ് സെന്റർ ഷൊർണൂർ. ജോലി വാഗ്ദാനം ചെയ്ത് വരവൂർ സ്വദേശിനിയിൽ നിന്ന് 40,000 രൂപ തട്ടിയെടുത്ത സംഭവത്തിൽ ചേലക്കര സ്വദേശി അറസ്റ്റിൽ. ചേലക്കര തോന്നൂർക്കര വടക്കേതിൽ വീട്ടിൽ 46 വയസ്സുള്ള അജിത്തിനെയാണ് അന്വേഷണ സംഘം പിടികൂടിയത്. തൃശൂർ കളക്ടറേറ്റിൽ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ റീസർവേ ഓഫീസർ എന്ന പോസ്റ്റിൽ താൽക്കാലിക ജോലി വാഗ്ദാനം ചെയ്താണ് വരവൂർ സ്വദേശിനിയിൽ നിന്ന് അജിത്ത് 40,000 രൂപ തട്ടിയെടുത്തത്. 2023 ആഗസ്റ്റ് മാസത്തിലാണ് കേസിനാസ്പദമായ സംഭവം. എംപ്ലോയ്മെൻറ്റിലേക്ക് ജോലി സംബന്ധമായ അന്വേഷണത്തിന് പോയ വരവൂർ സ്വദേശിനിയെ പ്രതി പരിചയപ്പെടുകയും തൃശൂർ കളക്ടറേറ്റിൽ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇപ്പോൾ കുറേ ആളുകളെ താൽക്കാലികമായി നിയമിക്കുന്നുണ്ടെന്നും താൽപ്പര്യമുണ്ടെങ്കിൽ വിളിക്കാമെന്നും പറഞ്ഞ് ഒരു നമ്പർ കൊടുക്കുകയുമായിരുന്നു. കഴുത്തിൽ കേരള ഗവൺമെൻറ്റിൻ്റെ ടാഗ് ഇട്ടിരുന്നതിനാലും കളക്ടറേറ്റിലാണ് ജോലിയെന്ന് പറഞ്ഞതിനാലും സംശയവും തോന്നിയില്ല. വീട്ടുകാരുമായി സംസാരിച്ച് സ്വർണം പണയം വെച്ച് കിട്ടിയ പണവുമായി ഓഫീസിലെത്തി
പ്രതിക്ക് 35,000 രൂപ നൽകി. പിന്നീട് 5,000 രൂപയും ആവശ്യപ്പെട്ടു. അത് വടക്കാഞ്ചേരിയിൽ എത്തി നൽകുകയായിരുന്നു. നവംബർ 1-ാം തീയതി ശരിയാകുമെന്ന് പറഞ്ഞ് പ്രതി വിശ്വസിപ്പിക്കുകയും ചെയ്തു. പിന്നീട് ജോലിയൊന്നും ശരിയാകാതെ വന്നപ്പോൾ പ്രതിയെ ഫോണിൽ ബന്ധപ്പെട്ടിട്ടും കിട്ടാതായതോടെ കളക്ടറേറ്റിൽ അന്വേഷിച്ചപ്പോൾ ഇത് തട്ടിപ്പാണെന്നും ഇതുപോലെ നിരവധി പേർ പറ്റിക്കപ്പെട്ടിട്ടുണ്ടെന്നും അറിയാൻ കഴിഞ്ഞു. ഇതേ തുടർന്ന് കളക്ടർക്കും വെസ്റ്റ് പോലീസിലും പരാതി നൽകുകയായിരുന്നു. വെസ്റ്റ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഇളങ്കോ ആർ IPSന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിൽ അസിസ്റ്റന്റ് കമ്മീഷണർ സലീഷ് N. ശങ്കരൻ, തൃശൂർ വെസ്റ്റ് ഇൻസ്പെക്ടർ അബ്ദുൾ റഹ്മാൻ, സബ് ഇൻസ്പെക്ടർമാരായ സാബു തോമസ്, VB അനൂപ്, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ജോസഫ്, സിവിൽ പോലീസ് ഓഫീസർമാരായ ഹരീഷ് കുമാർ, ദീപക് എന്നിവരുമുണ്ടായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഹൈഡൽ ടൂറിസം അഴിമതി സംബന്ധിച്ച് മന്ത്രിമാരായ മുഹമ്മദ് റിയാസും P. രാജീവും നിലപാട് വ്യക്തമാക്കണമെന്ന് പാലക്കാട് DCC വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതൻ. ഹൈഡൽ ടൂറിസത്തിന്റെ പേരിൽ ജനതാദൾ നേതാക്കൾ പകൽക്കൊള്ള നടത്തുകയാണെന്നും സുമേഷ് അച്യുതൻ പാലക്കാട്ട് മാധ്യമ സമ്മേളനത്തിൽ ആരോപിച്ചു. ഹൈഡൽ ടൂറിസം അഴിമതിയിൽ പങ്കാളിയായ KTDC ഡയറക്ടർ ബെന്നി മുഞ്ഞേലിയുടെ കാര്യത്തിൽ ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസും കേരള എക്സ്പോർട്ട് പ്രൊമോഷൻ ഇൻഡസ്ട്രിയൽ പാർക്സ് ലിമിറ്റഡ് ചെയർമാൻ സാബു ജോർജിൻ്റെ കാര്യത്തിൽ വ്യവസായ മന്ത്രി P. രാജീവും പ്രതികരിക്കാൻ തയ്യാറാകണമെന്നാണ് ആവശ്യം. ഹൈഡൽ ടൂറിസത്തിൻ്റെ പേരിൽ ജനതാദൾ നേതാക്കൾ പകൽക്കൊള്ള നടത്തുന്നതായി പാലക്കാട്ട് മാധ്യമ സമ്മേളനത്തിൽ സുമേഷ് അച്യുതൻ പറഞ്ഞു. ഹൈഡൽ ടൂറിസത്തിൻ്റെ ബൈലോയിൽ KSEBയിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ തസ്തികയിൽ കുറഞ്ഞയാളാകണം ഡയറക്ടർ എന്ന് മാനദണ്ഡമുണ്ട്. എന്നാൽ മന്ത്രി K. കൃഷ്ണൻകുട്ടിയുടെ പ്രത്യേക താൽപ്പര്യപ്രകാരം KSEB ജീവനക്കാരനല്ലാത്ത IFSകാരനായ അനർട്ട് CEOയെയാണ് ഡയറക്ടറാക്കിയിരിക്കുന്നത്. ഊർജ്ജ വകുപ്പ് മന്ത്രി ചെയർമാനായ സമിതിക്കാണ് ഹൈഡൽ ടൂറിസത്തിൻ്റെ ചുമതലയെന്നതിനാൽ മന്ത്രി K. കൃഷ്ണൻകുട്ടി അറിയാതെ ഒരു ടെൻഡറും നടക്കില്ല. ബെന്നി മൂഞ്ഞേലി, സാബു ജോർജ്, CH അഷറഫ് എന്നിവർക്ക് പുറമെ മന്ത്രി K. കൃഷ്ണൻകുട്ടിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ KSEB സ്വതന്ത്ര ഡയറക്ടർ V. മുരുകദാസ് ഉൾപ്പെടെയുള്ള ജനതാദൾ നേതാക്കൾ ചേർന്നുണ്ടാക്കിയ കറക്കു കമ്പനിക്കാണ് ടെൻഡർ നൽകിയത്. V. മുരുകദാസിന് കൂടുതൽ ഷെയറുള്ള ഈ കറക്കു കമ്പനിയുടെ ധാർമ്മിക ഉടമ മന്ത്രി K. കൃഷ്ണൻകുട്ടിയാണ്. അതുകൊണ്ടാണ് KSEBയിലെ സ്ഥിരം ജീവനക്കാരെ മാറ്റി നിർത്തി അനർട്ടിലേതുപോലെ താൽക്കാലിക ജീവനക്കാരെ കൊണ്ട് മാത്രം ഹൈഡൽ ടൂറിസത്തിലെ ജോലികൾ ചെയ്യിപ്പിക്കുന്നത്. താൽക്കാലിക ജീവനക്കാർക്ക് സ്ഥിരം ജീവനക്കാരെ ഭരിക്കാനുള്ള സൂപ്പർ പവർ മന്ത്രി നൽകിയാണ് അഴിമതി സ്ഥാപനവൽക്കരിച്ചത്. ഊർജ്ജ വകുപ്പിലെ അഴിമതി മുമ്പ് ചൂണ്ടിക്കാട്ടിയതിനെ തുടർന്ന് വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടെങ്കിലും ഉന്നതതല ഇടപെടലിൽ അന്വേഷണം മരവിപ്പിച്ചിരിക്കുകയാണ്. CH അഷറഫിൻ്റെ മകൻ അൽത്താഫ് അഷറഫ് ഡയറക്ടറായ കമ്പനിയിലെ ലെറ്റർ പാഡ് നൽകിയാണ് CH അഷറഫ് മുൻപരിചയ സർട്ടിഫിക്കറ്റിന് അപേക്ഷിച്ചത്. ഇതിനും അനർട്ട് CEO കൂടിയായ നരേന്ദ്ര വേലൂരി സർട്ടിഫിക്കറ്റ് അനുവദിച്ചു. നരേന്ദ്ര വേലൂരിയുടെ അഴിമതികളും വഴിവിട്ട പ്രവർത്തനങ്ങളും സർവകലാശാലകളിൽ ഗവേഷണ വിഷയമാക്കാനുള്ള അത്രയുമുണ്ടെന്നും സുമേഷ് അച്യുതൻ പറഞ്ഞു. ആദ്യം മുതൽ തന്നെ അഴിമതിക്ക് വഴിവെക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട കൃഷ്ണൻകുട്ടി മന്ത്രിയുടെ അദ്ദേഹത്തിൻ്റെ പിന്തുണയോട് അദ്ദേഹത്തിൻ്റെ അറിവോടുകൂടെ ഇവിടെ അഴിമതിക്ക് വഴിവെക്കാൻ വേണ്ടി നരേന്ദ്രനാഥ് വേലൂരി അവിടെ ഡയറക്ടറായി നിയമിക്കുകയാണ്. ബഹുമാനപ്പെട്ട മന്ത്രി കഴിഞ്ഞ ആരോപണങ്ങൾ വന്നപ്പോഴെല്ലാം പറഞ്ഞു അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ട് ഉടൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞു. ഞാൻ കുറച്ച് നാൾ മുമ്പ് അട്ടപ്പാടിയിലെ ഞാനിവിടെ പറഞ്ഞപ്പോൾ തന്നെ 2 ആഴ്ചക്കകത്ത് റിപ്പോർട്ട് നൽകാൻ വേണ്ടി ചോദിച്ചു എന്ന് പറഞ്ഞു. പക്ഷേ ഇതുവരെ ഒരു അന്വേഷണം നടന്നതായിട്ടോ റിപ്പോർട്ട് കൊടുത്തതായിട്ടോ അറിയുന്നില്ല. അപ്പോൾ എന്ത് കാരണമായാലും ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല അവർ 9 ചോദ്യം ചോദിച്ചു. ഒരു ചോദ്യത്തിന് പോലും ഇതുവരെ മറുപടി മന്ത്രി പറഞ്ഞില്ല. ഈ ഹൈഡൽ ടൂറിസത്തിലെ അഴിമതി യോഗ്യതയില്ലാത്ത IFS ഉദ്യോഗസ്ഥനെ നിയമിച്ചതിൽ നിന്ന് തുടങ്ങുന്നത്. അവിടെ പെരിയാർ വാട്ടർ സ്പോർട്സ് എന്ന ഒരു വാട്ടർ സ്പോർട്സ് ലിമിറ്റഡ് എന്നൊരു കമ്പനിയാണ് അവിടെ നടത്തിക്കൊണ്ടത്. അതിൽ ഒരു അൽത്താഫ് അഷ്റഫ് എന്ന് പറയുന്ന ഒരു ഡയറക്ടർ, അൽത്താഫ് അഷ്റഫ് മറ്റൊരു ഡയറക്ടറുമായിട്ടുണ്ടായ പിണക്കം മൂലം അവിടെ ആ കമ്പനി പിരിയുകയും ആ കമ്പനി പിരിഞ്ഞതിന് ശേഷം പുതിയ കമ്പനി ന്യൂ പെരിയാർ വാട്ടർ സ്പോർട്സ് എന്ന ഒരു പുതിയൊരു കമ്പനി
രൂപീകരിക്കുകയും ആ കമ്പനി രൂപീകരിച്ചതും ആ കമ്പനിക്ക് എക്സ്പീരിയൻസ് ഇതെല്ലാം വളരെ അപകടം പിടിച്ച ഡാമുകളിലെ വിനോദ പരിപാടികൾക്കുള്ള ടെൻഡർ എന്നാണ്. വളരെ അപകടം പിടിച്ച ഒരു പരിപാടിയാണ്. ഇതിന് എക്സ്പീരിയൻസ് ആവശ്യം. എക്സ്പീരിയൻസ് 3 വർഷത്തെ എക്സ്പീരിയൻസ് ഏത് കമ്പനി ടെൻഡർ കൊടുക്കുമ്പോഴും 3 വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യപ്പെടും. എന്നാൽ ന്യൂ പെരിയാർ വാട്ടർ സോഴ്സ് എന്ന കമ്പനിക്ക് അത് രജിസ്റ്റർ ചെയ്ത് 1 മാസത്തിനകം ഈ ടെൻഡർ മുഴുവൻ നൽകിയിരിക്കുക. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ശക്തമായ പ്രതിഷേധങ്ങൾക്കൊടുവിൽ അധികൃതർ കണ്ണു തുറന്നു. കുളപ്പുള്ളി ഷൊർണൂർ പാതയിലെ തകർച്ച പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങി. കുളപ്പുള്ളി ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും പൊതുവാൾ ജംഗ്ഷൻ വരെയുള്ള തകർച്ചയാണ് താൽക്കാലികമായി അടയ്ക്കുന്നത്. വലിയ തോതിൽ റോഡ് തകർച്ച, ഗതാഗതക്കുരുക്ക്, യാത്രാക്ലേശം. തകർച്ച പരിഹരിക്കാൻ ആദ്യം നടപടി ഉണ്ടായില്ല. പിന്നീട് കണ്ടത് പ്രതിഷേധങ്ങളും പരാതികളും മാത്രം. കുളപ്പുള്ളി ഷൊർണൂർ പാതയുടെ തകർച്ചയുമായി ബന്ധപ്പെട്ടാണ് ജനം പൊറുതിമുട്ടിയത്. ശക്തമായ പ്രതിഷേധങ്ങൾക്കൊടുവിൽ അധികൃതർ കണ്ണു തുറന്നു. MLA P. മമ്മിക്കുട്ടിയുടെ ഇടപെടലിനെ തുടർന്ന് തകർച്ച പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ പാതയിൽ ആരംഭിച്ചു. ബുധനാഴ്ച രാവിലെ മുതലാണ് പ്രവൃത്തികൾ ആരംഭിച്ചത്. PWD അധികൃതരാണ് തകർച്ച പരിഹരിക്കുന്നത്. കുളപ്പുള്ളി ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും പൊതുവാൾ ജംഗ്ഷൻ വരെയുള്ള ഭാഗം വരെയാണ് ആദ്യം തകർച്ച പരിഹരിക്കുക. പാതയിലെ വലിയ കുഴികൾ മാത്രമേ കോറി വേസ്റ്റ് അടയ്ക്കുകയുള്ളൂ. കുഴികൾ അടയ്ക്കുന്നതോടെ പാതയിലെ യാത്ര സുഗമമാകും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. സ്കീം വർക്കർമാരോട് കേന്ദ്ര സർക്കാർ പെരുമാറുന്നത് അവഗണനയോടെയും പ്രതികാര മനോഭാവത്തോടെയുമെന്ന് A. പ്രഭാകരൻ MLA. വേതന വർധനവ്, ജോലി സുരക്ഷ തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ CITU പാലക്കാട് കളക്ട്രേറ്റിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു A. പ്രഭാകരൻ. സ്കീം വർക്കേഴ്സിന്റെ വേതന വർധനവിന് തടസ്സം നിൽക്കുന്നത് കേന്ദ്ര നയമാണെന്നും MLA പറഞ്ഞു. തൊഴിലാളികളോട് അനുഭാവപൂർവമായ നിലപാട് സ്വീകരിക്കുന്ന സംസ്ഥാന സർക്കാരിന് വിരുദ്ധമായാണ് കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കുന്നത്. സമൂഹത്തിൽ എത്തിച്ചേരേണ്ടതും നടപ്പിലാക്കേണ്ടതുമായ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിരവധി പദ്ധതികൾ ഏറ്റെടുത്തു നടത്തുന്നത് അംഗൻവാടി വർക്കർമാരുൾപ്പെടുന്ന സ്കീം വർക്കേഴ്സാണ്. എന്നിട്ടും ജോലിക്ക് അനുസൃതമായ വേതനം ലഭിക്കുന്നില്ല. കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകി മാതൃകാപരമായി വളർത്തുന്നതിൽ അംഗൻവാടി ജീവനക്കാരുടെ പങ്ക് വിസ്മരിക്കാനാകില്ലെന്നും A. പ്രഭാകരൻ പറഞ്ഞു. 1000 ജനസംഖ്യയ്ക്ക് ഒരു അംഗനവാടി വേണം എന്ന് പറഞ്ഞത് നിങ്ങളുടെ മുൻഗാമികൾ നടത്തിയിട്ടുള്ള പ്രവർത്തനത്തിന്റെ പരിണിത ഫലങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ് രാജ്യത്തെ പരമോന്നത നീതിപീഠം അത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തിയത്. എന്നാൽ ആ അർത്ഥത്തിൽ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ ആ തീരുമാനത്തെ കാണുന്നില്ല എന്നതാണ് ഏറെ ദുഃഖകരമായ അവസ്ഥ. ഇപ്പോൾ അംഗനവാടി ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ്. സ്വാഭാവികമായും ഇവരെ സർക്കാർ ജീവനക്കാരായി അംഗീകരിക്കണമെന്ന മുദ്രാവാക്യം ഉന്നയിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. പക്ഷേ ഇക്കാര്യത്തിൽ വളരെ മോശമായ ഒരു സമീപനം കേന്ദ്ര ഗവൺമെന്റ്, പ്രത്യേകിച്ച് ഇപ്പോൾ ഭരിക്കുന്ന കേന്ദ്രത്തിന്റെ BJP ഗവൺമെന്റ് സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവര് സ്കീം തൊഴിലാളികളാണെന്ന കാര്യത്തിലൊന്നും അവർക്ക് ആർക്കും തർക്കമില്ല. പക്ഷേ അവർക്ക് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കൂട്ടിക്കൊടുക്കുന്ന കാര്യത്തിൽ അലംഭാവം കാണിക്കുന്നു എന്ന് മാത്രമല്ല, അവരെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന കാര്യത്തിൽ കൂടുതൽ ഭാരം അംഗനവാടി ജീവനക്കാരുടെ തലയിൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു സമീപനം കേന്ദ്ര സർക്കാർ സ്വീകരിക്കുകയാണ്. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് തങ്കമണി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ V. സരള, അംബിക എന്നിവർ പ്രസംഗിച്ചു. നേരത്തെ നടന്ന മാർച്ചിൽ 100 കണക്കിന് ജീവനക്കാർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കോട്ടായി മേഖലയിൽ നെൽകൃഷിക്ക് ഭീഷണിയായി ഓലകരിച്ചിൽ രോഗം പടരുന്നു. കൃഷിഭവൻ പരിധിയിലെ മിക്ക പാടശേഖരങ്ങളിലും രോഗബാധയുണ്ട്. ഒന്നാം വിള നെൽകൃഷിയിൽ രോഗം ബാധിച്ചത് പൊതുവെ കർഷകരെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. പാലക്കാട് ജില്ലയിലെ നെല്ലറയായി അറിയപ്പെടുന്ന കോട്ടായി, പെരിങ്ങോട്ടുകുറിശി, മാത്തൂർ, കുത്തനൂർ മേഖലകളിൽ ഒന്നാം വിള നെൽകൃഷിക്ക് ഓലകരിച്ചിൽ വ്യാപകമായത് ഭീഷണിയായി. നെല്ലിൻ്റെ വേരിന് മുകളിലുള്ള തണ്ട് ഭാഗം ചീയുന്നതുമൂലം ഇലകൾ മഞ്ഞളിക്കുകയോ ഉണങ്ങി ക്രമേണ വൈക്കോൽ പോലെയാവുകയോ ചെയ്യുന്നതാണ് രോഗലക്ഷണം. മൂടിക്കെട്ടിയ കാലാവസ്ഥ, ഇടയ്ക്കിടെ പെയ്യുന്ന മഴ എന്നിവ രോഗം വേഗത്തിൽ പടരാൻ കാരണമായതായി കർഷകർ പറയുന്നു. കുമിൾ പരത്തുന്ന രോഗമാണിതെന്നും പോളക്കളകൾ പരിശോധിച്ചാൽ കാണാൻ പറ്റുമെന്നും രോഗം ശ്രദ്ധയിൽപ്പെട്ടാൽ കർഷകർ അതാത് കൃഷിഭവനിൽ അറിയിക്കേണ്ടതാണെന്നും അധികൃതർ അറിയിച്ചു. ഒന്നാം വിള നെൽകൃഷിയിൽ രോഗം വ്യാപിച്ചത് പൊതുവെ കർഷകരെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. വ്യവസായ സൗഹൃദ തൊഴിൽ നിയമങ്ങൾ കർശനമായി നടപ്പാക്കണമെന്ന് ലഘു ഉദ്യോഗ് ഭാരതി വ്യവസായ സംഗമം ആവശ്യപ്പെട്ടു. തൊഴിൽ മേഖലയിൽ തുടരെയുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകണമെന്നും പാലക്കാട്ട് നടന്ന സംഗമത്തിൽ ആവശ്യമുയർന്നു.
വ്യവസായ സംഗമം LUB സംസ്ഥാന പ്രസിഡന്റ് R. നാരായണപിള്ള ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിന് കീഴിലെ ലഘു ഉദ്യോഗ ഭാരതിയിൽ അംഗങ്ങളായ വ്യവസായികൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പ്രതിവിധി കണ്ടെത്താനാണ് വ്യവസായ സംഗമം സംഘടിപ്പിച്ചത്. കേരളം വ്യവസായ സൗഹൃദമെന്ന് പ്രചരിപ്പിക്കുമ്പോഴും വ്യവസായശാലകൾ നിരവധി പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്ന് സംഗമം ചൂണ്ടിക്കാട്ടി. നിയമങ്ങളിൽ പലതും വ്യവസായ സൗഹൃദമായെങ്കിലും നടപ്പിലാക്കുന്നതിൽ കടമ്പകൾ പഴയ പോലെ നിലനിൽക്കുന്നുണ്ട്. ഉൽപ്പാദനം, വിപണനം തുടങ്ങിയ മേഖലകളിലും വൈദ്യുതി, വെള്ളം തുടങ്ങിയ പശ്ചാത്തല മേഖലകളിലും പ്രയാസങ്ങളേറുകയാണ്. സാമൂഹിക വികസനം വ്യവസായത്തിലൂടെ എന്നത് ഉദ്യോഗസ്ഥർ മറക്കുന്നുവെന്നും സംഗമം ചൂണ്ടിക്കാട്ടി. മേഖലയിൽ ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ് അതിനൊരു സെപ്പറേറ്റ് മിനിസ്ട്രി വളരെ നാളിന് ശേഷമാണ് കഴിഞ്ഞ 10 വർഷമായി MSME മിനിസ്ട്രി വന്നത്. ആ MSME മിനിസ്ട്രിയിൽ നമ്മളുടെ പ്രശ്നങ്ങൾ, ദൈനംദിന പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ ഇപ്പോൾ കൂടുതൽ പെട്ടെന്ന് പറ്റും എന്നുള്ള ഒരു അഡ്വാൻറ്റേജാണ് നമുക്കുണ്ടായത്. അതിനുശേഷമാണ് ഇതിനെപ്പറ്റി കൂലങ്കഷമായി പഠിക്കാനും ദൈനംദിന മാനുഷിക പ്രശ്നങ്ങളും മനുഷ്യന് തൊഴിൽ കൊടുക്കുകയും അതുപോലെ തന്നെ നാം ചെറിയ ചെറിയ വ്യവസായങ്ങളിൽ കൂടെ സ്വന്തമായി നിലനിൽപ്പുണ്ടാകുകയും രാജ്യം സ്വയം പര്യാപ്തമാകാൻ ഏറ്റവും കൂടുതൽ ആവശ്യമാണ് എന്ന നിലയിലാണ് ഗവൺമെൻറ് സാമൂഹ്യമായി വ്യവസായികളെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഓൾ ഇന്ത്യ ഓർഗനൈസേഷൻ വേണം സ്മാർട്ട് സ്കെയിൽ എന്ന ഉദ്യോഗസ്ഥരാണ് ലഘു ഉദ്യോഗ ഭാരതി ഫോം ചെയ്യുന്നത്. അന്ന് മറ്റ് സ്റ്റേറ്റുകളിൽ ഇത് വളരെയധികം വളർന്ന് വലുതായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ്. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ സാമൂഹ്യ സാമ്പത്തിക സ്ഥിതികൾ കൊണ്ട് കേരളത്തിലെ അതിൻ്റെ വളർച്ചയ്ക്ക് അത്രമാത്രം ആക്കം പോരാ. പുതിയ തൊഴിൽ നിയമങ്ങൾ, വ്യവസായത്തിലും തൊഴിലാളികളിലുമുള്ള സ്വാധീനം, വ്യവസായികളും സമകാലീന പ്രശ്നങ്ങളും, ധനസമാഹരണം, വിനിയോഗം, LUBയുടെ ആനുകാലിക പ്രസക്തി തുടങ്ങിയ വിഷയങ്ങളിൽ സെമിനാർ നടന്നു. പ്രസിഡന്റ് KP മോഹൻരാജ് അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി പ്രശാന്ത് S. മേനോൻ, DIC ജനറൽ മാനേജർ ബെനഡിക്റ്റ് വില്യം ജോൺസ്, B. രാധാകൃഷ്ണൻ, S. വെങ്കിടേശ്വരൻ, R. കൃഷ്ണൻ, U. ഗംഗാധരൻ, സോമി ജോർജ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മണ്ണിടിച്ചിൽ ഭീഷണിയിൽ കഴിയുകയാണ് ഒരു പ്രദേശത്തെ കുടുംബങ്ങൾ. പരുത്തിപ്ര കോണോത്ത് നരസിംഹമൂർത്തി ക്ഷേത്ര പരിസരത്തെ 10ഓളം കുടുംബങ്ങളാണ് ഭീതിയോടെ കഴിയുന്നത്. ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തു നിന്നും ആവശ്യമായ നടപടികൾ ഉണ്ടാകണമെന്ന് കുടുംബങ്ങൾ ആവശ്യപ്പെടുന്നു. മണ്ണിടിച്ചിൽ ഭീതിയോടെയാണ് ഷൊർണൂർ പരുത്തിപ്ര കോണോത്ത് നരസിംഹമൂർത്തി ക്ഷേത്ര പരിസരത്തെ 10ഓളം കുടുംബങ്ങൾ കഴിയുന്നത്. 15 അടിയോളം താഴ്ചയിലുള്ള മൺചെരുവിലാണ് ഈ കുടുംബങ്ങൾ താമസിക്കുന്നത്. കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിൽ 3ഇടങ്ങളിൽ മണ്ണിടിച്ചിൽ ഉണ്ടായി. മണ്ണും ഉരുളൻകല്ലും വീടിനടുത്ത് എത്തി നിൽക്കുകയായിരുന്നു. ഭാഗ്യം കൊണ്ട് മറ്റു അനിഷ്ട സംഭവങ്ങൾ ഒന്നുമുണ്ടായില്ല. എന്നിരുന്നാലും ഇനിയും മണ്ണിടിച്ചിൽ ഉണ്ടാകുമോ എന്ന ഭയത്തിലാണ് ഈ കുടുംബങ്ങൾ ഇവിടെ കഴിയുന്നത്. ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തുനിന്നും ആവശ്യമായ നടപടികൾ ഉണ്ടാകണമെന്നാണ് ഇവരുടെ ആവശ്യം. എൻ്റെ വീടാണ് ഈ നിൽക്കുന്നത്. എന്നാൽ ഞാൻ രാവിലെ പോയതാണ്. വൈകിട്ട് 4 മണിക്ക് വന്നപ്പോഴാണ് ഇവിടെ സംഭവം നടക്കുന്നത്. ഈ മണ്ണൊക്കെ ഇടിഞ്ഞിട്ട് ഇതിന് മുന്നേ ഇടിഞ്ഞിട്ടുണ്ട്. ഇതിന് മുന്നത്തെ മഴയ്ക്കും ഇവിടെ 10ഓളം കുടുംബങ്ങളുണ്ട്. ആവശ്യപ്പോൾ അവർ ക്യാബിനറ്റ് പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും കെട്ടിത്തരാൻ പറഞ്ഞിട്ടുണ്ട്. അവർ പറ്റില്ലെന്നാണ് പറയണത്. ഇപ്പോൾ 2018 നിന്ന് ഇടിഞ്ഞിട്ടുണ്ട് ഒരു വട്ടം. അന്ന് അവരടുത്ത് പറഞ്ഞാണ്. അവർ ഇടയ്ക്കിടയ്ക്ക് അവരടുത്ത് പോകാറുണ്ട്. അവർ പറയും അവരുടെ സ്ഥലമല്ല, ഞങ്ങൾക്ക് അറിയില്ല, നിങ്ങളെ സ്ഥലം നോക്കിയിട്ട് പഠിക്കേണ്ടതെന്ന് പറയുന്നത്. രാവിലെ ജോലിക്ക് പോണവരാണ് ഞങ്ങളെല്ലാവരും. ഇവിടെ 10ഓളം കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. അപ്പോൾ ജോലിക്ക് പോയി വരുമ്പോഴാണ് ഇങ്ങനെ ഒരു അവസ്ഥ. ഞങ്ങൾ പേടിച്ചാണ് ജീവിക്കുന്നത്. രാത്രിയൊന്നും പേടിച്ചിട്ട് ഉറങ്ങാറന്നില്ല. അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാക്കി തരണം തന്നെയാണ് ഞങ്ങളുടെയും. വിവരം അറിഞ്ഞതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശും വാർഡ് കൗൺസിലറും സ്ഥലത്തെത്തിയിരുന്നു. ഷൊർണൂർ വില്ലേജ് 2 അധികാരികളെ വിവരം അറിയിച്ചിട്ടുണ്ടെന്നും കുടുംബങ്ങൾ പറയുന്നു. പ്രദേശത്തെ കോൺക്രീറ്റ് റോഡിൻ്റെ വശവും മണ്ണ് ഒലിച്ചുപോയതിനെ തുടർന്ന് തകർച്ചയുടെ വക്കിലാണ്. ന്യൂസ് സെന്റർ ഷൊർണൂർ. ദേശമംഗലത്ത് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിറ്റിരുന്ന സ്ത്രീ ചെറുതുരുത്തി പോലീസിന്റെ പിടിയിൽ. ദേശമംഗലത്ത് കട നടത്തുന്ന വീട്ടമ്മയായ 55 വയസ്സുള്ള സുഹറയാണ് പോലീസിന്റെ പിടിയിലായത്. ചെറുതുരുത്തി CIക്ക് കിട്ടിയ രഹസ്യ വിവരത്തെ തുടർന്നാണ് ദേശമംഗലത്തെ കടയിൽ പരിശോധന നടത്തിയത്. മിഠായി കുപ്പികളുടെ ഇടയിൽ ഒളിപ്പിച്ചു വെച്ച നിലയിൽ കടയിൽ നിന്ന് നിരോധിത ഹാൻഡ്സ് പാക്കറ്റുകളാണ് പോലീസ് കണ്ടെടുത്തത്. ഇതേ തുടർന്ന് കടയുടമയായ 55 വയസ്സുള്ള സുഹറ എന്ന വീട്ടമ്മയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പൊതുജനങ്ങളുടെ ആരോഗ്യത്തിന് ഹാനികരമായ ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയതിന് ഇവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തതിനു ശേഷം ജാമ്യത്തിൽ വിട്ടു.
നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ തുടരുമെന്ന് പോലീസ് അറിയിച്ചു. നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പനയ്ക്ക് വെച്ച കടയ്ക്ക് സമീപം കോളേജും സ്കൂളുകളും പ്രവർത്തിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഓങ്ങല്ലൂർ പഞ്ചായത്ത് നടപ്പിലാക്കുന്ന തെങ്ങ് കൃഷിക്കുള്ള ജൈവവള വിതരണത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ നിർവഹിച്ചു. വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വിതരണം. ഓങ്ങല്ലൂർ പഞ്ചായത്ത് 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന തെങ്ങ് കൃഷിക്കുള്ള ജൈവവളങ്ങൾ വിതരണം ചെയ്തു. തെങ്ങിനുള്ള ജൈവവള ആനുകൂല്യത്തിനായി ഗ്രാമസഭകൾ വഴി അപേക്ഷകൾ സമർപ്പിച്ചവർക്കാണ് വിതരണം. പഞ്ചായത്തിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. നമുക്കറിയാം, ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ വർഷം 2025-26 സാമ്പത്തിക വർഷത്തിൽ നമുക്ക് തെങ്ങിന് ജൈവവളം എല്ലാ 10 സെന്റ് സ്ഥലമുള്ള വീട്ടിലുള്ള തെങ്ങുകളുള്ള കൃഷിക്കാർക്കാണ് നമ്മൾ ജൈവവളം കൊടുക്കുന്നത്. അതിന്റെ ഉദ്ഘാടന ചടങ്ങാണ് നടക്കുന്നത്. അത് ഔപചാരികമായി ചെയ്ത് അറിയിച്ചുകൊണ്ട് നിർത്തും. ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP രജീഷ് അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയ പ്രശാന്ത്, കൃഷി ഓഫീസർ ആര്യകൃഷ്ണ, PV രമേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പാലക്കാട്ടെ നഗര സൗന്ദര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട് വഴിയോര കച്ചവടക്കാർക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ ചർച്ച ചെയ്യാൻ നഗരസഭാ അധ്യക്ഷയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. AR മേനോൻ പാർക്ക് നടത്തിപ്പിനായി സ്വകാര്യ വ്യക്തിക്ക് കരാർ നൽകിയ സാഹചര്യത്തിൽ പാർക്കിന് സമീപത്തെ വഴിയോര കച്ചവടക്കാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ചർച്ചയായി. കച്ചവടക്കാരെ പ്രതിനിധീകരിച്ച് സെൽഫ് എംപ്ലോയീസ് അസോസിയേഷൻ പ്രസിഡന്റ് MM കബീർ സംസാരിച്ചു. ചില പ്രയാസങ്ങൾ കച്ചവടക്കാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു സൗന്ദര്യവൽക്കരണം, മൈതാനത്തിന് ചുറ്റും ഒരു സൗന്ദര്യവൽക്കരണം എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത്തരത്തിൽ ചെയ്യുന്നത്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എന്താണോ അവിടെ ചെയ്യാൻ പറ്റുന്നത് അതിന് നിങ്ങൾ എല്ലാവരും സഹകരിക്കണം എന്നാണ് പറയുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. നിങ്ങളുടെ അഭിപ്രായം കേൾക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങളെ ഇവിടെ വിളിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും എല്ലാവരും സഹകരിച്ച് ആ നഗരസഭയുടെ മൈതാനത്തിന് ചുറ്റും AR മേനോൻ വളരെ ഭംഗിയായിട്ട് മതിൽ കെട്ടി സംരക്ഷിക്കുന്നതിനാണ്. നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ പേരിൽ തങ്ങളെ ഒഴിവാക്കാൻ പാടില്ലെന്ന് വഴിയോര കച്ചവടക്കാർ പറഞ്ഞു. ഒരു കാരണവശാലും ആ പ്രദേശത്തെ വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിക്കില്ലെന്ന് യോഗത്തിൽ നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരൻ ഉറപ്പു നൽകി. നഗരസഭാ ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സംസ്ഥാന CBSE കബഡി ടൂർണമെന്റിന്റെ ഭാഗമായി കാസർഗോഡ് മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിലെ സ്കൂളുകളുടെ ക്ലസ്റ്റർ എക്സ് മത്സരങ്ങൾ തൃശൂരിൽ ആരംഭിച്ചു. VKN മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ടൂർണമെന്റ് മേയർ MK വർഗീസ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. പാടൂക്കാട് കോപ്പറേറ്റീവ് പബ്ലിക് സ്കൂൾ ആതിഥേയത്വം വഹിക്കുന്ന ടൂർണമെന്റിൽ കോപ്പറേറ്റീവ് പബ്ലിക് സ്കൂൾ പ്രസിഡന്റ് സജീവൻ TS അധ്യക്ഷത വഹിച്ചു. കോർപ്പറേഷൻ നഗരവികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്യാമള മുരളി, സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് സാംബശിവൻ, കബഡി അസോസിയേഷൻ ടെക്നിക്കൽ കമ്മിറ്റി ചെയർമാൻ സാദിഖ് അലി തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധ ജില്ലകളിൽ നിന്നായി 500 വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന മത്സരങ്ങൾ വ്യാഴാഴ്ച സമാപിക്കും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മുണ്ടകോട്ടൂർശി പ്രണവം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ സൗജന്യ ദന്ത ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചു. P മമ്മിക്കുട്ടി MLA ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ഗവൺമെന്റ് ഡെന്റൽ മെഡിക്കൽ കോളേജുമായി സഹകരിച്ചാണ് മുണ്ടകോട്ടൂർശി പ്രണവം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ ദന്ത ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചത്. P മമ്മിക്കുട്ടി MLA ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെ ഈ മെഡിക്കൽ ക്യാമ്പ് ഫലപ്രദമാക്കി കൈകാര്യം ചെയ്യുന്ന വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന ഡെന്റൽ കോളേജുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഡോക്ടർമാർ, നഴ്സുമാർ, അതുപോലെ തന്നെ ക്ലബിൻ്റെ ഞാൻ വരാൻ പറഞ്ഞതിനേക്കാൾ ചിലപ്പോൾ വൈകിട്ടാണ് വന്നത്. എൻ്റെ അടുത്ത പരിപാടിയുടെ സ്ഥലത്താണ് വിളിക്കുന്നത്. അപ്പോൾ ഏതായാലും ഈ ഭ്രമണം. ചടങ്ങിൽ ക്ലബ്ബ് പ്രസിഡന്റ് P സതീഷ് അധ്യക്ഷത വഹിച്ചു. ഡെന്റൽ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ S ആതിര, GS ഷബ്ന, ക്ലബ് സെക്രട്ടറി C അജേഷ്, ട്രഷറർ AR രവിചന്ദ്രൻ, ജോയിന്റ് സെക്രട്ടറി P മുഹമ്മദ് അലി, ഭരണസമിതി അംഗങ്ങളായ പ്രദീപ് വെണ്ണീരി, TP കണ്ണൻ എന്നിവർ സംസാരിച്ചു. സഞ്ചരിക്കുന്ന ദന്താശുപത്രിയിൽ ഡോക്ടർമാർ ഉൾപ്പെടെ
12ഓളം ജീവനക്കാരുടെ സേവനം ലഭ്യമായിരുന്നു. ക്യാമ്പിൽ 100ഓളം പേർ ചികിത്സ തേടി. ന്യൂസ് സെന്റർ ഷൊർണൂർ. പൂക്കളെയും പൂമ്പാറ്റകളെയും തേടി കുരുന്നുകളെത്തി. പൂടൂർ അത്താലൂർ യൂറോ കിഡ്സ് സ്കൂളിലെ കുരുന്നുകൾക്ക് ഒരു ഗൃഹാങ്കണ ഉദ്യാനത്തിലെ കാഴ്ചകൾ എന്നും മനസ്സിൽ സൂക്ഷിക്കാനുള്ള നിറച്ചാർത്തായി മാറി. പൂക്കളെയും പൂമ്പാറ്റകളെയും തേടി വൈവിധ്യങ്ങളായ സസ്യങ്ങളെക്കുറിച്ച് അറിയാനും അവയുടെ പരിപാലനത്തെക്കുറിച്ച് മനസ്സിലാക്കാനുമാണ് കുരുന്നുകൾ എത്തിയത്. പൂടൂർ അത്താലൂരിലെ യൂഗോ കിഡ്സ് സ്കൂളിലെ കുരുന്നുകളാണ് അധ്യാപകരോടൊപ്പം കരിയങ്കോട് ജയപ്രകാശിൻ്റെ ഉടമസ്ഥതയിലുള്ള ഉഷസ്സിൽ എത്തിയത്. വിവിധയിനം ചെടികളെക്കുറിച്ചും അവയുടെ ഉപയോഗത്തെക്കുറിച്ചും കുട്ടികളുടെ സംശയങ്ങൾക്ക് ജയപ്രകാശ് മറുപടി നൽകി. യൂറോ കിഡ്സിലെ അധ്യാപകരും കുട്ടികൾക്ക് അറിവുകൾ പകർന്നു. റിട്ടയർഡ് പോലീസ് കോൺസ്റ്റബിൾ കൂടിയായ ജയപ്രകാശ് കുട്ടികൾക്ക് മധുരം നൽകിയാണ് യാത്രയാക്കിയത്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. മാറ്റലി. വിദ്യാലയങ്ങളിലെ അവധിക്കാലം ഏപ്രിൽ മെയ് മാസങ്ങളിൽ നിന്ന് ജൂൺ ജൂലൈ മാസങ്ങളിലേക്ക് മാറ്റുന്നത് സംബന്ധിച്ച ചർച്ചകൾ സജീവമാണ്. പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടെങ്കിലും കേരളത്തിലെ മാറിയ കാലാവസ്ഥയുടെ അടിസ്ഥാനത്തിൽ ഇതാണ് ഉചിതമെന്ന് വാദിക്കുന്നവരേറെയാണ്. നിങ്ങൾ എന്തു കരുതുന്നു? മാറ്റലിയിലേക്ക്. ഈ മധ്യവേനൽ അവധി ജൂൺ ജൂലൈ മാസങ്ങളിലേക്ക് മാറ്റണമോ എന്ന് സംബന്ധിച്ച ചർച്ചയിൽ NSCയുടെ അഭിപ്രായം എന്ന് പറയുന്നത് ജൂൺ ജൂലൈ മാസങ്ങളിലേക്ക് മാറ്റുന്നത് തന്നെയാണ് എന്നുള്ളതാണ്. കാരണം മഴക്കാലഘടകങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിക്കേണ്ടി വരുന്നു. പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ദുരിതാശ്വാസ ക്യാമ്പുകളായി മാറുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ സ്കൂൾ സമയം നഷ്ടപ്പെടുകയാണ് അവിടെ. അപ്പം കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന ഒരു സമയം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഡിസാസ്റ്റർ പോയിന്റിൽ അത് മഴക്കാലം തന്നെയാണ്. അപ്പോൾ ഈ മധ്യവേനൽ അവധി ജൂൺ ജൂലൈ മാസങ്ങളിലേക്ക് മാറ്റണമോ എന്നുള്ള സർക്കാരിന്റെ ചിന്ത നല്ലതാണ് എന്നുള്ളത് തന്നെയാണ് NSCയുടെ അഭിപ്രായം. കേരളത്തിലെ വിദ്യാലയങ്ങളുടെ വെക്കേഷൻ സമയം മാറ്റുന്നത് സംബന്ധിച്ച് ജൂൺ ജൂലൈ മാസം കേരളത്തെ സംബന്ധിച്ചിടത്തോളം മഴ വളരെ അധികരിച്ച് നിൽക്കുന്ന സമയമാണ്. ആ സമയങ്ങളിൽ കുട്ടികളെ വീട്ടിലിരുത്തുന്നത് ഏറ്റവും അപകടകരമായ അവസ്ഥയിലാണ്. വേനൽക്കാലത്താണെങ്കിൽ നമുക്ക് നമ്മുടെ സമയത്തിനനുസരിച്ച് കുട്ടികൾക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് കളിക്കാൻ പുറത്തു വിടാനൊക്കെ പറ്റും. പക്ഷേ ജൂൺ ജൂലൈ മാസങ്ങളിൽ ഇത് എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ അപകട സാധ്യത വർദ്ധിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം മിക്കവാറും ജലാശയങ്ങളിലൊക്കെ വെള്ളക്കെട്ടുകളും അതുപോലെ പുഴകളൊക്കെ നിറയുന്ന സമയമായിരിക്കും ജൂലൈ പകുതിയുടെ എത്തുമ്പോഴേക്കും. അപ്പോൾ കുട്ടികളൊക്കെ പുറത്തു പോകുന്നത് നമുക്ക് എങ്ങനെയാണെങ്കിലും തടഞ്ഞു നിർത്തുന്നത് പ്രായോഗികമായിരിക്കില്ല. അതിന് പകരം സ്കൂളുകളിലാണെങ്കിൽ സമാധാനത്തായിട്ട് രക്ഷിതാക്കൾക്ക് വീട്ടിലിരിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഒരിക്കലും ആ ഒരു വെക്കേഷൻ ഏപ്രിൽ മെയ് മാസങ്ങളിൽ മാത്രം ആക്കുന്നതാണ് നല്ലത്. അവധിക്കാലത്തെക്കുറിച്ചൊരു ചർച്ച നടക്കുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞു. തീർച്ചയായിട്ടും ഇപ്പോൾ നിലവിൽ നടക്കുന്ന രീതി അനുസരിച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ കൊടും ചൂടിൻ്റെ ഒരവസ്ഥ ഉണ്ടാകുന്ന ഈ സാഹചര്യത്തിൽ വെള്ളത്തിൻ്റെ ദാരിദ്ര്യവും പ്രയാസങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ കുട്ടികളെ വീടുകളിൽ തന്നെ ഉണ്ടാവുന്നതായിരിക്കും ഉചിതമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് വെച്ചാൽ ജൂൺ ജൂലൈ മാസങ്ങൾ വളരെ ഈ മാറിയ കാലാവസ്ഥയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഒരു സമയമായി മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ആ കാലഘട്ടത്തിൽ വീട്ടിൽ നിർത്തി രക്ഷിതാക്കൾക്കും കുട്ടികളെ ഉറപ്പിച്ച് വീട്ടിൽ നിർത്തി പോകാൻ പ്രയാസമാണ്. അതുപോലെ തന്നെ സ്കൂളിലാവുമ്പോൾ നമ്മുടെ സ്കൂൾ കെട്ടിടങ്ങൾ അത്ര ചില പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അവരെ സ്കൂളിലെത്തിക്കുമ്പോൾ ഒരു സുരക്ഷിതത്വം ഉണ്ട് എന്നുള്ള ഒരു ബോധമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതാണ് എൻ്റെ അഭിപ്രായം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. AKGയുടെ സമര പാരമ്പര്യം പറയുന്ന CPMന് കോർപ്പറേറ്റ് താരാട്ടുകാരായതോടെ സമരങ്ങളോടെ പുച്ഛമെന്ന് പാലക്കാട് DCC പ്രസിഡന്റ് A തങ്കപ്പൻ. ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആനുകൂല്യങ്ങൾ ഇത്രയേറെ കവർന്നെടുത്ത ഒരു സർക്കാർ മുമ്പുണ്ടായിട്ടില്ലെന്നും A തങ്കപ്പൻ. പെൻഷൻ പരിഷ്കരണം ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പാലക്കാട് കളക്ട്രേറ്റിന് മുന്നിൽ പെൻഷനേഴ്സ് അസോസിയേഷന്റെ ദ്വിദിന സത്യാഗ്രഹം. ഷൊർണൂർ കണയത്ത് മൃതദേഹവുമായി പോകുകയായിരുന്ന ആംബുലൻസിന് മുകളിലേക്ക് വൈദ്യുതി പോസ്റ്റ് പൊട്ടിവീണു. അപകടം പുലർച്ചെ 4:30-യോടെ. മുന്നിൽ സഞ്ചരിച്ചിരുന്ന കണ്ടെയ്നർ ലോറി വൈദ്യുതി ലൈനിൽ ഉടക്കിയത് പോസ്റ്റ് വീഴാൻ കാരണമായെന്ന് സൂചന. ആംബുലൻസിന് മുന്നിൽ സഞ്ചരിച്ചിരുന്ന പോലീസ് ജീപ്പ് രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. ശക്തമായ പ്രതിഷേധങ്ങൾക്കൊടുവിൽ അധികൃതർ കണ്ണു തുറന്നു. ഷൊർണൂർ കുളപ്പുള്ളി പാതയിലെ തകർച്ച പരിഹരിക്കാൻ ശ്രമം തുടങ്ങി. താൽക്കാലികമായി കുഴികൾ അടയ്ക്കുന്ന പ്രവൃത്തിക്ക് തുടക്കം.
ഷൊർണൂർ പരുത്തിപ്രയിൽ മണ്ണിടിച്ചിൽ ഭീഷണിയിൽ 10ഓളം കുടുംബങ്ങൾ. ആധിയോടെ കഴിയുന്നത് കോണത്ത് നരസിംഹമൂർത്തി ക്ഷേത്ര പരിസരത്തെ കുടുംബങ്ങൾ. ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പുവരുത്താൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തം. പാണനംകുറിശി ROB സെക്കൻഡ് സർവീസ് റോഡ് നിർമ്മാണം മന്ദഗതിയിൽ. ചെറുവാഹനങ്ങൾ ഒരു വശത്തുകൂടി പോകുന്നത് തുടർച്ചയായി ഗതാഗത കുരുക്കിനിടയാക്കുന്നു. പ്രദേശത്ത് വാഹനങ്ങളുടെ തിരക്ക് നിയന്ത്രിക്കാൻ സംവിധാനം ഒരുക്കണമെന്ന ആവശ്യം ശക്തം. സെക്കൻഡ് സർവീസ് റോഡ് നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കണമെന്നും യാത്രക്കാർ. തൃശൂർ കളക്ട്രേറ്റിൽ താൽക്കാലിക ജോലി വാഗ്ദാനം ചെയ്ത് വരവൂർ സ്വദേശിനിയിൽ നിന്ന് 40,000 രൂപ തട്ടിയെടുത്ത ചേലക്കര സ്വദേശി അറസ്റ്റിൽ. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പിടിയിലായത് ചേലക്കര തോന്നൂർക്കര സ്വദേശി അജിത്. ദേശമംഗലത്ത് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിറ്റുവന്നിരുന്ന വ്യാപാരിയായ വീട്ടമ്മ ചെറുതുരുത്തി പോലീസിന്റെ പിടിയിൽ. ഹൈഡൽ ടൂറിസത്തിന്റെ മറവിൽ ജനതാദൾ നേതാക്കളുടെ പകൽക്കൊള്ളയെന്ന് കോൺഗ്രസ്. ഹൈഡൽ ടൂറിസം അഴിമതി സംബന്ധിച്ച് മന്ത്രിമാരായ മുഹമ്മദ് റിയാസും പി രാജീവും നിലപാട് വ്യക്തമാക്കണം. അഴിമതിക്ക് ചുക്കാൻ പിടിക്കുന്നത് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയെന്ന് പാലക്കാട് DCC വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതൻ. വേതനവർദ്ധനവും ജോലി സുരക്ഷയും ആവശ്യപ്പെട്ട് അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ CITU പാലക്കാട് കളക്ട്രേറ്റിലേക്ക് അസോസിയേഷൻ മാർച്ച്. സ്കീം വർക്കർമാരോട് കേന്ദ്ര സർക്കാർ പ്രതികാര മനോഭാവത്തോടെയാണ് പെരുമാറുന്നതെന്ന് A. പ്രഭാകരൻ MLA. കോട്ടായി മേഖലയിൽ നെൽകൃഷിക്ക് ഭീഷണിയായി ഓലകരിച്ചിൽ രോഗബാധ. ഒന്നാം വിള നെൽകൃഷി പ്രതിസന്ധിയിൽ. മൂടിക്കെട്ടിയ കാലാവസ്ഥയും ഇടയ്ക്കിടെ പെയ്യുന്ന മഴയും രോഗപ്രതിരോധത്തിന് തിരിച്ചടിയാകുന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.